ഗോവയിലെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ഓർക്കുന്നോ? ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോൺഗ്രസിന്റെ MLA ഒരു പ്രതിജ്ഞ എടുക്കുക. മുസ്ലിം ഖുർആനിൽ കൈവച്ചുകൊണ്ട്, ഹിന്ദു രാമായണത്തിൽ കൈവച്ചുകൊണ്ട്, ക്രിസ്ത്യാനി ബൈബിളിൽ കൈവച്ചുകൊണ്ട് ഒരു പ്രതിജ്ഞ എടുക്കുക. ആ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന മനുഷ്യന്റെ പേരെന്താ അറിയോ? കാമത്ത്. പള്ളിയിൽ ബാങ്ക് കൊടുത്ത നിസ്കാരത്തിന് തൊട്ടുമുമ്പ് കൊടുക്കണ ഇക്കാമത്തല്ല കേട്ടോ, കാമത്ത്. ദിഗംബർ കാമത്ത്. അയാൾ ആരായിരുന്നു എന്നറിയോ? അയാള് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി, പിന്നീട് BJPയുടെ മുഖ്യമന്ത്രിയായ ദിഗംബർ കാമത്ത്. ആ ദിഗംബർ കാമത്താ ചൊല്ലിക്കൊടുക്കുന്നത്. എന്താ പ്രതിജ്ഞ? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ഞങ്ങൾ BJP ആവൂല. അങ്ങനെ ഒരു പ്രതിജ്ഞ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? വിവിധ മതവിശ്വാസികൾ വിവിധ മതഗ്രന്ഥങ്ങളിൽ കൈവച്ച് പ്രതിജ്ഞ ചൊല്ലിയപ്പോ മതേതര വിശ്വാസികളായ കുറച്ച് കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അവരൊരാഗ്രഹം പ്രകടിപ്പിച്ചു. ഈ കാഴ്ചക്ക് സാക്ഷിയായി രാഹുൽ ഗാന്ധി അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ തലയിൽ കൈവച്ച് പ്രതിജ്ഞ അല്ലട്ടെന്ന് വെച്ച്. പടച്ചോൻ കാത്തല്ലേ, തല പൊട്ടിത്തെറിച്ചൂലേ? എന്താ കാരണം? തെരഞ്ഞെടുപ്പ് ജയിച്ച് പള്ളിയിൽ ഇക്കാമത്ത് കൊടുക്കണേ ദിഗംബർ കാമത്ത് നടോയ് എങ്ങട്ട് നേരെ BJPയിലേക്ക്.